ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, കോടതി പരിഗണിക്കാൻ തുടങ്ങിയ വിഷയം കോടതി നേരത്തെ പരിഗണിച്ചിരുന്ന വിഷയമാണ്. ഇന്നിപ്പോൾ ജാമ്യത്തിലെ വിധിയാണ് പറയുന്നത്. ഡിസംബറിലായിരുന്നു ഇക്കാര്യത്തിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ വേണ്ടി മാറ്റിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായിട്ടുള്ള NV അഞ്ചാരിയെയും കൂടി പങ്കെടുക്കുന്ന രണ്ടംഗ ബെഞ്ചാണ് വിധി പറയുന്നത്. ചർച്ച, കാലതാമസം, ദീർഘകാല തടവ് എന്നിവയും മാത്രമായിട്ട് പല കാര്യങ്ങളിലും ഒതുങ്ങിയിരിക്കുകയാണ്. UAPA കുറ്റകൃത്യങ്ങൾ അപൂർവമായി ഒറ്റപ്പെട്ട പ്രവൃത്തികൾ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ജഡ്ജിമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ തരത്തിലുള്ള UAPA ചുമത്തപ്പെട്ട ഒരു സാഹചര്യം നേരത്തെ സുപ്രീം കോടതി തന്നെ എടുത്തു ചോദിച്ചിരുന്നു വാദത്തിനിടയിൽ. കാര്യം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള UAPA ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, ഖുർഷിഫ ഫാത്തിമ തുടങ്ങിയവർക്ക് ചാർത്തപ്പെട്ടത് എന്ന് വ്യക്തമാക്കണം എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഈ വിധി പറയുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ UAPA ചാർത്തപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വിധിയുടെ ഒരു അവസാന പാർട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം, കേസിൻ്റെ ചരിത്രം ഇതെങ്ങനെയാണ് വിചാരണ കോടതിയിൽ ആദ്യം വന്നത്, അതിനുശേഷം പിന്നീട് ഡൽഹി ഹൈക്കോടതിയിലേക്ക് ജാമ്യ അപേക്ഷ എത്തുകയായിരുന്നു. ജാമ്യാപേക്ഷ എത്തിക്കഴിഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളുകയായിരുന്നു. മാത്രമല്ല അന്ന് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ജാമ്യം ലഭിക്കാതിരിക്കുന്നതിന് ഒരു കാരണമായി, ലാഭം ലഭിക്കുന്നതിന് വേണ്ടി ഒരു കാരണമായി പറയുന്നത് 5 വർഷമായി തങ്ങൾ തടവിൽ കിടക്കുകയാണ്. പക്ഷേ തങ്ങളിൽ തന്നെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പലർക്കും ജാമ്യം ലഭിച്ചിരുന്നു, തങ്ങൾക്ക് ജാമ്യം ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഉമർ ഖാലിദ് അടക്കമുള്ളവർ പറയുന്നത്. വിചാരണ ആരംഭിച്ചിട്ടില്ല എന്നത് ജാമ്യം ലഭിക്കാനുള്ള ഒരു കാരണമല്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. ഇതിലുള്ള അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ദിവസങ്ങളോളം നീണ്ടു കേട്ടിരുന്നത്. ഖുർഷിഫ ഫാത്തിമ ഉൾപ്പെടെയുള്ള ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് തുടങ്ങിയവർക്ക് രാജ്യത്തെ മുതിർന്ന അഭിഭാഷകരായിരുന്നു അവർക്ക് വേണ്ടി ഹാജരായത്. കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി തുടങ്ങിയ പ്രധാനപ്പെട്ട മുതിർന്ന അഭിഭാഷകരാണ് ഇവരുടെ വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഈ വാദമുഖങ്ങളിൽ കൃത്യമായ ഒരു ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഉമർ ഖാലിദ് അടക്കമുള്ളവരെ ഒരു കാരണവശാലും ഡൽഹി കലാപ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം ഈ തരത്തിലുള്ള കലാപം നടക്കുന്ന സമയത്ത് ഉമർ ഖാലിദ് പുറത്താണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഡൽഹിക്ക് പുറത്താണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ചെറിയ ചോദ്യങ്ങൾ പോലും ജാമ്യാപേക്ഷയിൽ പരിഗണിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ധനസുമോദ്, ഡൽഹി പോലീസിന്റെ വാദങ്ങൾ നമ്മൾ കണ്ടത് തന്നെയാണ്. വെറും ക്രമസമാധാനം തകർക്കുക മാത്രമല്ല, രാജ്യവ്യാപകമായി സായുധ വിപ്ലവത്തിന് ഇവർ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങളൊക്കെ തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഈ വാദങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ വിധി പ്രസ്താവത്തിൽ സ്വാധീനിക്കില്ലേ? വിധി പ്രസ്താവത്തിൽ ഇപ്പോൾ ആദ്യത്തെ കോടതി എങ്ങനെയാണ് ഈ കേസിനെ പരിഗണിച്ചത്, വാദമുഖങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത്, ഈ 2 വാദമുഖങ്ങളും പറഞ്ഞതിന് ശേഷം കോടതി ഇതിനെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, അതിൻ്റെ അന്തസ്സത്ത എന്താണ്, കോടതിയുടെ തീരുമാനം എന്താണ് എന്നുള്ളൊരു കാര്യം ആണ് ഏറ്റവും ഒടുവിലാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാദമുഖങ്ങൾ ആണ് പ്രധാനമായും ഇപ്പോൾ എങ്ങനെയാണ് കോടതിയിൽ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നത്, വാദിഭാഗം എങ്ങനെയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോടതിയിൽ ചെറിയ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു. സാധാരണ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് അങ്ങനെ വലിയ നീണ്ട ഒരു വാദം നടക്കാറില്ല. പക്ഷേ ഈ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നീണ്ട രീതിയിലുള്ള ദിവസങ്ങൾ നീണ്ട വാദമുഖങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷമാണ് തങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലുള്ള ഈ കലാപ ഗൂഢാലോചന കേസും ഇത്തരത്തിലുള്ള കലാപവും നടക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു യശസ്സിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. മാത്രമല്ല ഇതിലെ പല പ്രതികളും കൃത്യമായി തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അവർ രൂപീകരിക്കുകയും അവരുടെ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് മഹാത്മാഗാന്ധി എന്തു പറഞ്ഞോ അത് മാത്രമാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലോ ഗൂഢാലോചന
നടത്തിയോ അല്ലെങ്കിൽ കലാപത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലോ ഒരു തരത്തിലുള്ള ഒരു ഗൂഢാലോചനയും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഉമർ ഖാലിദ് പറഞ്ഞത്. ഈ തരത്തിലുള്ള രണ്ട് ഭാഗങ്ങളും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വിധിന്യായത്തിലുള്ളത്. ഇതിന്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. ദർസുബോധ ഇതുവരെയുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് ഈ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്, അതല്ല ജാമ്യം തള്ളാനുള്ള സാധ്യതയാണോ കാണുന്നത്? നമുക്കറിയാം സെപ്റ്റംബറിൽ ഡൽഹി ഹൈക്കോടതി ഇവരുടെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തോളമായി വിചാരണ പോലും ഇല്ലാതെ ജയിലിൽ കിടക്കുന്നു എന്നുള്ള ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാദം അത് കോടതി അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എപ്പോഴും സുപ്രീം കോടതിയുടെ ഒരു നിരന്തരമായി സുപ്രീം കോടതി ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ബെയിൽ ഇസ് ദ റൂൾ. അതായത് ഒരാളെ അനന്തമായി ജയിലിൽ അടക്കുകയല്ല ചെയ്യേണ്ടത്, അത് ജാമ്യം കൊടുക്കുക തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ ബാധിക്കും എന്നുള്ള, സാക്ഷികളെ സ്വാധീനിക്കും എന്നുള്ള ഒരു കാര്യം നടക്കുമ്പോൾ മാത്രമാണ് ഒരാളെ ജയിലിൽ പാർപ്പിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അയാളെ ജയിൽ മോചിതനാക്കണം എന്നുള്ളൊരു വിധിയാണ് പല വിധികളും പല കേസുകളും പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പല വിധികളും പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല ഇത് എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതിയിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാര്യം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത്. ഈ ഡൽഹി കലാപ ഗൂഢാലോചന, ഇതിൽ 53 പേരുടെ ജീവൻ നഷ്ടമായതാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഇവരൊക്കെ തന്നെയാണ് എന്നുള്ളൊരു വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ആ തരത്തിലുള്ള ഒരു ബന്ധം തങ്ങളുടെ മേൽ ആരോപിക്കാനാവില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. മാത്രമല്ല ഒരു 5 വർഷം ഒരു കൂട്ടം ആൾക്കാർ അവർ വിചാരണ പോലും നേരിടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഓരോ തവണയും കുറ്റപത്രം സമർപ്പിക്കുന്നു, അതിനുശേഷം അഡീഷണൽ കുറ്റപത്രം, സപ്ലിമെന്ററി കുറ്റപത്രം സമർപ്പിക്കുന്നു, ജാമ്യാപേക്ഷ നീണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനു പോലും ഡൽഹി പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം, നീണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികൾ തന്നെയാണ്. അവർ പല സമയത്തായിട്ട് വിചാരണ കോടതി, ഡൽഹി ഹൈക്കോടതി തുടങ്ങിയ പല ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ കോടതിയെ സമീപിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം നൽകാൻ കഴിയാത്തതും ആ തരത്തിലുള്ള വിചാരണയിലേക്ക് എത്താത്തതും എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതൊന്നും ഒരു പരിഗണന അർഹമായ ഒരു ന്യായീകരണമായിട്ട് കോടതിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ് കോടതിയുടെ പല ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത്. കാര്യം 5 വർഷമാണ്, 2020 ഇവരെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല ഇവരുടെ ഒപ്പം അറസ്റ്റ് ചെയ്ത മറ്റു പലരെയും വിട്ടയക്കുകയും ചെയ്തു. ഇവർക്ക് മാത്രമാണ് എന്താണ് ഇവരെ ഈ തരത്തിലൊരു കുടുക്കിയിടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ്വി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ കലാപ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവ് പോലും ഇതുവരെ ഡൽഹി പോലീസിന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒരു നേരിട്ട് എതിർക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലുള്ള പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഡൽഹി പോലീസ് ഉന്നയിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ആ ചർച്ചയൊന്നും ഒരു ഡൽഹി കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കാരണം ആവില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും അടക്കമുള്ള അഭിഭാഷകർ. അവർ